കുടിവെള്ള വിതരണത്തിലും ദ്രവമാലിന്യ സംസ്കരണത്തിലും ഉടക്കി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ. കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചയാണ് ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചത്. 1.25 മണിക്കൂറോളമാണ് ഈ വിഷയത്തിൽ ചർച്ച നടന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അപേക്ഷിച്ചവർക്കൊന്നും കണക്ഷൻ നൽകിയില്ല, അപേക്ഷിക്കാത്തവർക്ക് കണക്ഷൻ നൽകുകയും ചെയ്തു. വെള്ളം ലഭിച്ചില്ലെങ്കിലും കരം അടയ്ക്കേണ്ട അവസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. തോടുകളും കാനകളും മലിനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വർഷക്കാലത്തിന് മുമ്പ് വലിയ തോട് വൃത്തിയാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാനകൾക്ക് സമീപത്തുള്ള കിണറുകൾ മലിനമാണെന്ന് ശോഭാ ഹരിനാരായണൻ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. ഓരോ അജണ്ടയിലും 3-4 തവണയാണ് പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നും ഇവർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായി കൗൺസിൽ ചേരാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഏറെ നേരം നീണ്ട ചർച്ചയ്ക്കും ബഹളത്തിനുമൊടുവിൽ സെക്രട്ടറി H. അഭിലാഷ് കുമാർ കൗൺസിലർമാരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി. കുടിവെള്ള പൈപ്പ് കണക്ഷൻ ലഭിച്ച ഇടങ്ങളിൽ ഇത്തവണ ടാങ്കറിലൂടെ കുടിവെള്ളം നൽകേണ്ടതില്ലെന്ന കാര്യം മാത്രമാണ് അജണ്ടയിലുള്ളതെന്നും കണക്ഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കൈവശമാണെന്നും സെക്രട്ടറി അറിയിച്ചു. ഇതിൽ തൃപ്തരാകാതെ UDF അംഗങ്ങൾ ചോദ്യങ്ങൾ തുടർന്നതോടെ അടുത്ത അജണ്ട വായിക്കാൻ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർദ്ദേശിക്കുകയായിരുന്നു. അജണ്ട തുടർന്നതോടെ കൗൺസിലർ KM മെഹറൂഫ് ഇറങ്ങിപ്പോവുകയായിരുന്നു. 8 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് മെഹറൂഫ് ആരോപിച്ചു. 8,32,00,000 രൂപ ചെലവഴിക്കുന്ന ഒരു വലിയ പ്രൊജക്ട്, 4300 കണക്ഷന് വേണ്ട അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും എത്താതെ ആവശ്യക്കാർക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കും യാതൊരു മാനദണ്ഡവും ഉപയോഗിക്കാതെ കൊടുത്തുകൊണ്ട് ആ പൈസ മുഴുവനും ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലേക്ക് ഗുരുവായൂർ നഗരസഭ മാറിയിരിക്കുന്നു. ഇത്രയും വലിയ ഒരു ധൂർത്ത്, അതല്ലെങ്കിൽ ഇത്രയും അഴിമതി, അതല്ലെങ്കിൽ അതിന് സ്വജനപക്ഷപാതം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പല ആളുകളുടെയും പല വാർഡുകളുടെയും കൗൺസിലർമാർ തീരുമാനിക്കുന്ന വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് യഥാർത്ഥ ആവശ്യക്കാരെ മാറ്റി നിർത്തിയതാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളേറിയത് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിപ്പോ. മെഹറൂഫിന് പുറകെ ആന്റോ തോമസും നൌഷാദ് അഹമ്മവും നടുത്തളത്തിലിറങ്ങി. ഇതോടെ UDF കൗൺസിലർമാർ ഒന്നടങ്കം ഇറങ്ങിപ്പോക്ക് നടത്തുകയായിരുന്നു. ഏറ്റവും വലിയ അടിയന്തര വിഷയമാണ് കുടിവെള്ളം. ഈ രണ്ട് വിഷയത്തിൽ സംസാരിക്കുമ്പോൾ കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാകാത്ത നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ആന്റോ തോമസ് പറഞ്ഞു. അടിയന്തര കൗൺസിലിലെ 8 അജണ്ടകളാണുള്ളത്. രണ്ടാമത്തെ അജണ്ടയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാതെ അജണ്ടകൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള നഗരസഭയുടെ ഭരണാധികാരികളുടെ നടപടി പ്രതിഷേധം നിറഞ്ഞത് തന്നെയാണ്. ക്ഷാമം നേരിടുന്ന മേഖലകളിലെല്ലാം കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. അനാവശ്യ വിഷയങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ അലങ്കോലപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതിപ്പോ ഒരു അജണ്ടയിൽ നിന്നിട്ട് ഒരു 1.25 മണിക്കൂറോളം ആണ് അവര് ബഹളം വെച്ചത്. 4300 കണക്ഷനാണ് ഉള്ളത്. അതില് ബാക്കി തീരെ എത്താത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇത് കഴിഞ്ഞാലും നമ്മൾ രണ്ടാം ഘട്ടം നമ്മൾ അവരായിട്ട് വാട്ടർ അതോറിറ്റി ആയിട്ട് അമൃതിന്റെ ആൾക്കാരായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് വീണ്ടും 2ാം ഘട്ടം തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ കുടിവെള്ളം പ്രശ്നമുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ടാങ്കർ ടെൻഡറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ആ അജണ്ടയിലാണ് അങ്ങനെ ഇവര് അതുമ്മ നിന്ന് പ്രശ്നം. അപ്പൊ അവരുടെ എന്നും കൗൺസിലില് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് അലങ്കോലപ്പെടുത്തി കൗൺസിൽ വേഗം കഴിയേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.